ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് തിരുവനന്തപുരം പോവാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചു, 3:30 എണീച്ച് നോക്കിയപ്പോൾ ട്രെയിൻ ലേറ്റാണ്. എന്നിട്ട് പിന്നെ 2 മണിക്കൂർ ലേറ്റാണ് ട്രെയിന്. അത് ന്യൂഡൽഹി ആ ഭാഗത്തു നിന്ന് വരുന്നതിന് 3 ദിവസത്തെ റണ്ണിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോട്ടലി 2 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. കോഴിക്കോട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പുക കാണാം. എന്നിട്ട് ഞാൻ വേഗം പോയി സച്ചുവിനെ വിളിച്ചുണർത്തി. സച്ചു എന്നൊക്കെ വിളിച്ചുണർത്തി. സച്ചു നീച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സച്ചുവും അച്ഛനും ഞാനും ശില്പിയും കൂടെയാണ് പോയത്. അങ്ങനെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ കണ്ടിട്ട് ആരോ യൂട്യൂബർ ഒന്ന് തിരിച്ചറിഞ്ഞു പോലും. അതൊരു സന്തോഷമുള്ള കാര്യം. പിന്നെ അങ്ങനെ ട്രെയിൻ വന്നു, കയറി. ഞങ്ങൾ ചൂട് സമയത്താണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് 3 ടയർ AC ബുക്ക് ചെയ്തത്. ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തു. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ചപ്പാത്തിയും ഉള്ളിയും തക്കാളിയും കറിയൊക്കെ എടുത്തായിരുന്നു വീട്ടിൽ നിന്ന്. നല്ല തണുപ്പായിരുന്നു സംഭവം. ഞങ്ങൾ ചൂട് പ്രതീക്ഷിച്ചാണല്ലോ AC ബുക്ക് ചെയ്തത്. പക്ഷെ പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഉള്ളിൽ നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാൻ സ്വെറ്റ് ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ശില്പ അത് പ്രതീക്ഷിച്ചില്ല, തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ട്രെയിനിലിരുന്നു. അങ്ങനെ അവസാനം കൊച്ചുവേലി എത്തി. അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ കോളേജിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ചോദിച്ച് നമ്മുടെ ഓട്ടോ അങ്കിള് നമ്മളെ അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ അങ്കിള് വൻ വർത്താനമൊക്കെ ആയിരുന്നു. എവിടേക്കാണ് പോകണത്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഹോട്ടലിലെത്തി. ഫുഡും ബിരിയാണിയാണ് വാങ്ങിയത്. കാരണം അവിടെ എല്ലാവരും ബിരിയാണി വാങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി നല്ലതായിരിക്കും എന്ന് കരുതി ഞങ്ങളും അതുതന്നെ വാങ്ങി. പറഞ്ഞ പോലെ തന്നെ, വിചാരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ PhD ചേച്ചിയുടെ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ഏത് ഹോട്ടലിലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ ഉള്ളത് അറിയേയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ഞങ്ങൾ വഴി തെറ്റി വേറെ എവിടെയോ ആണ് വന്നിട്ടുള്ളതെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് പിന്നെയും 10 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ കോളേജിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ ആയി ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ നേരം കാത്തു നിന്നിട്ടും ബസ് ആ വഴിക്ക് വന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. അവൾ വീട്ടിലുണ്ട്, ഇന്ന് രാത്രി അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ശില്പിയും പിന്നെ കേട്ടവാതി കേൾക്കാത്തവാതി അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ചുമ്മാ അവളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ട്രിപ്പിൾസൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇനി അതൊക്കെ തെറ്റാന്ന് പറഞ്ഞു വരരുത്, അത് ചുമ്മാ ഞങ്ങളൊരു ഇത്തിരി ദൂരം മാത്രമേ പോയുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. ഇങ്ങനെ 3 ആളും കൂടി സംസാരിച്ച് ഒരു ഈവനിങ് ടൈമിൽ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാജ്ഭവൻ കണ്ടു. അതൊക്കെ ഞാനൊന്ന് വീഡിയോ ആക്കി. അങ്ങനെ നടന്ന് ഞാൻ തിരുവനന്തപുരമൊക്കെ നടന്ന് ആസ്വദിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇന്ത്യൻ നേവിയുടെ സീഹോക്കാണ്. പിന്നെ ഞങ്ങൾ കനകക്കുന്ന് പാലസ് കാണാൻ വേണ്ടി പോയി. അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയത് ഏകദേശം ഒരു 6:30 ആ ഒരു ടൈമായിരുന്നു. നല്ല ഗോൾഡൻ ലൈറ്റൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടേതായ കുറച്ച് ഡ്രാമയൊക്കെ കാണിച്ച് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ആ മഴയത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു. കുട എടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. എന്നിട്ട് അതിന് ശേഷം അവിടുന്ന് പതുക്കെ മഴയൊക്കെ തുറന്നപ്പോൾ ഇറങ്ങി. എന്നിട്ട് നേരെ വീണ്ടും നടന്നിട്ട് നമ്മൾ മ്യൂസിയത്തിലെത്തി. അപ്പോൾ ആദ്യം പാനിപ്പൂരി കഴിക്കണമെന്ന് കരുതി ഞങ്ങൾ ആ കടയുടെ സൈഡിൽ കൂടെ പോയി. പിന്നെ ഓർത്തു ഓക്കെ ഞങ്ങൾ ചുറ്റി പുറത്ത് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പം നമ്മുടെ 16D സംഭവങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ടൈം തീർന്നുകൊണ്ട്. എന്നാലും ഞങ്ങൾ അതിനൊക്കെ നടന്ന് കൊട്ടാരമൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ എന്ത് രസമായിട്ട് അതിൻ്റെയൊക്കെ പണി ചെയ്തേക്കണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ആണെന്ന് തോന്നി. പിന്നെ ഞാൻ കളർ ഫൗണ്ടെയിൻ കണ്ടപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയി അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. കൂട്ടത്തിൽ ഞാൻ മേഘേനെയും ശില്പേനെയും കൂടി ഒന്ന് വീഡിയോയിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കോളേജ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ ഗാർഡനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വേഗം പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച പാനിപൂരിയും സ്വീറ്റ് കോണൊക്കെ വാങ്ങി. സ്വീറ്റ് കോണും മഴയും നല്ലൊരു അസൽ കോമ്പിനേഷനായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വെള്ളപ്പവും ഗോബി മഞ്ചൂരിയനും കഴിച്ചു. കൂടെ ആവേശം ഫിലിമും കണ്ടു. നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ടിൽ നെക്സ്റ്റ് ഡേ, ബൈ.